നവരാത്രി ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ ഉജ്ജ്വല വരവേൽപ്പ്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും സരസ്വതി ദേവിയുടെയും ശുചീന്ദ്രത്തിൽ നിന്നും മുന്നുദിത്ത നങ്കയുടെയും വേളിമല കുമാരകോവിലിൽ നിന്നും കുമാരസ്വാമിയുടെയും വിഗ്രഹങ്ങളാണ് തിരുവനന്തപുരത്ത് നവരാത്രി പൂജയ്ക്കായി കൊണ്ടുവന്നത്. ഇതിൽ സരസ്വതി ദേവിയുടെ വിഗ്രഹം കോട്ടയ്ക്കകത്ത് നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയുടേത് ആര്യശാല ക്ഷേത്രത്തിലും മുന്നുദിത്ത നങ്കയുടേത് ചെന്തിട്ട ഭൗതി ക്ഷേത്രത്തിലുമാണ് കുടിയിരുത്തുന്നത്. നവരാത്രി പൂജയ്ക്കായി എത്തിയ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് നവരാത്രി വിഗ്രഹ ഘോഷയാത്രയെ വരവേറ്റത്. തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്തിൽ പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ, മുൻ മന്ത്രിമാരായ ആന്റണി രാജു MLA, VS ശിവകുമാർ എന്നിവർ ഘോഷയാത്രയെ സ്വീകരിക്കാനെത്തിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയും നവരാത്രി കാലയളവിൽ ഏകദേശം 16 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന തക്കലി മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രം വരെയും അത് കഴിഞ്ഞ് ആര്യശാല ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പും അത് കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ തിരിച്ച് തക്കല വരെ പോകുന്ന സമയത്ത് ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് എല്ലാ സജ്ജീകരണങ്ങളും കൂടി മെഡിസിനോട് കൂടിയുള്ള സജ്ജീകരണങ്ങളാണ് ഞങ്ങളുള്ളത്.